എൻ്റെ അമ്മയാണ് പോകുന്നത് കണ്ടല്ലോ. വേറെ ആരുമല്ല പോകുന്നത്. മൈ മദർ വെൻ ദാറ്റ് സൈഡ്. ഓക്കെ, ഐ എം ഹിയർ ഇൻസൈഡ് മൈ ഹൗസ്. ദിസ് ഈസ് മൈ ഹൗസ്. എൻ്റെ അമ്മ അങ്ങോട്ട് പോയത്. ഉപ്പുമാവ് ഉണ്ടാക്കിയമ്മേ. ഓക്കെ, നോട്ട് എനിവൺ എൽസ്. മൈ മദർ ഈസ് ദ വൺ ഹൂ വെൻ ദാറ്റ് സൈഡ്. ഭയങ്കര ഡ്രാമയും കൊണ്ടിരിക്കുക, ഡ്രാമയോട് ഡ്രാമ. ഇന്ന് കരണ്ട് പോക്ക് ഡ്രാമയാണ് തുടങ്ങി. ഇനി കരണ്ട് പോക്ക് ഡ്രാമ, പല പല ഡ്രാമയായി. ഇപ്പം ഇനി കരണ്ട് പോക്ക് ഡ്രാമ തുടങ്ങി. ഇപ്പം രണ്ടാമത്തെ പ്രാവശ്യമാണ് കരണ്ട് പോകുന്നത്. ഐ എം ഹിയർ ഇൻസൈഡ് മൈ ഹൗസ്. ഓക്കെ, നോട്ട് എനിവെയർ എൽസ്. പിന്നെ ജൂപ്പിറ്ററിൻ്റെ ഇൻഫ്ലുവൻസ് ഉള്ളതുകൊണ്ട് നമുക്കിതൊക്കെ മനസ്സിലാവും, ഈ കള്ളത്തരങ്ങളൊക്കെ. ഇതാണ് മനസ്സിലായില്ലേ? ഇതാണ് ഈശ്വരൻ്റെ കടാക്ഷം എന്ന് പറയുന്നത്. നമുക്ക് വിസ്ഡം തരും. വിസ്ഡം എന്ന് പറഞ്ഞാൽ ഇവർക്കൊന്നും അറിയത്തില്ല. ഇവന്മാരൊക്കെ ചെയ്യുന്ന എന്താണെന്ന് കാണാനും ഉള്ള ഇന്നർ വിസ്ഡം എന്ന് പറയുന്നൊരു സാധനമുണ്ട്. മനസ്സിലായി? കള്ളത്തരങ്ങളൊക്കെ കാണാനുള്ള ഉൾക്കാഴ്ച എന്ന് പറയും. മനസ്സിലായില്ലേ? അതാണ് ഈ വിസ്ഡം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഈ ദൈവാധീനം വേണം അതിനൊക്കെ. മനസ്സിലായോ? അതാവോളമുണ്ട് ദൈവാധീനം. കയ്യിൽ ഏഞ്ചൽ ലൈൻ ഉണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. ജൂപ്പിറ്ററിൽ ഫിഷ് സൈന്, സ്ക്വയർ, എവറിത്തിങ് ഈസ് ദെയർ. ദെൻ നമ്മുടെ സക്സസ് ലൈന്, സൺ ലൈന്, ലക്ക് ലൈനുമായിട്ട് ത്രിശൂല പോലെയാണ് എൻ്റെ കയ്യിൽ. അങ്ങനെ എല്ലാം ഗോഡ് ഗിഫ്റ്റഡ് ഹാൻഡാണ്. ഗോഡ് ഗിഫ്റ്റഡ് ഹാൻഡ്. അതുപോലെ ഹാർട്ട് ലൈൻ പോയിട്ട് ഈ ത്രിശൂലമായിട്ടാണ് ഇതാക്കിയിരിക്കുന്നത്, 3ആയിട്ട്. അങ്ങനെ സർവ്വസംഗതികൾ. മനസ്സിലായില്ലേ? പോകുന്നു ഡ്രാമ. അടുത്തത് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെയൊക്കെ രാവിലത്തെ ഡ്രാമയ്ക്ക് സെറ്റിന് ഇറങ്ങിയിരിക്കുക. ഡ്രാമ സെറ്റിന് സുബ്രഹ്മണ്യൻ ഇങ്ങനെ പോകുന്നു. കാണിച്ചു തരാം ഡ്രാമ. ഡ്രാമയുമായിട്ട് പോവുക. പോകുന്ന കണ്ടില്ലേ അവൻ? മാസ്കൊക്കെ വെച്ച് ആൾമാറാട്ടമൊക്കെ നടത്തി പോവുക. മാസ്ക് ഇങ്ങനെ വെച്ചിരിക്കും, മൂക്കിൻ്റെ താഴോട്ടിങ്ങനെ വെച്ചിരിക്കുക. ഇങ്ങനെ ഫണി തെണ്ടി തേർഡ് റേറ്റ് ഇങ്ങനെ പോവുക. കാണിയാൻ തേർഡ് റേറ്റ് ആക്ച്വലി. ഇവനെയൊക്കെ കണ്ട ഗതി പിടിക്കത്തില്ല. എങ്ങാണ്ട് പാരട്ടെ കണ്ട സത്യത്തില്ല. എങ്ങാണ്ടൊരു കെട്ടക്കെടുമ്പ്. ഇവനെ കണ്ട ഗതി പിടിക്കാത്ത ഒരു തെണ്ടി ഇവൻ. എങ്ങാണ്ട് കെട്ട പട്ടി. രാവിലെ ഇങ്ങനെ ഇറങ്ങും, വീട്ടിലിരിക്കാൻ നേരമില്ല എങ്ങാണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ അസ്ട്രോളജി. ഈവൻ ഐ നോ ഹൗ ടു സീ അവർ planet position, which the planet which will be aspecting which houses, from which house, all these things I know. എനിക്കറിയാം ജാതകമൊക്കെ നന്നായിട്ട് നോക്കാൻ തന്നെത്താനേ ഉള്ളത്. അങ്ങനെ പഠിച്ചതാണ്. മനസ്സിലായില്ലേ? കറണ്ട് ഇങ്ങനെ വന്നിപ്പം കണ്ടില്ലേ? കറണ്ട് വന്നിങ്ങനെ. My Mukum is in his Chacha's house. Like Mukum's father's younger brother died today, so he went there and at his house actually, not anywhere else. That's my mother. Okay, no third person is here. Okay. അതുപോലെ മൈ സൺ ഈസ് ഇൻ 5th house and മൂൺ ഈസ് ഇൻ 9th house. So even sun will be aspecting this 9th house. So what like learning, higher learning, പിന്നെ ട്രാവല്, പിന്നെ ഇമോഷണൽ ഇൻ്റലിജൻസ്, മറ്റുള്ളവരുടെ ഇതൊക്കെ. ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ പലതുണ്ട്. മനസ്സിലായില്ലേ? അപ്പം നമുക്ക് മറ്റുള്ളവരുടെ ബിഹേവിയർ കൊണ്ട് നമുക്ക് മനസ്സിലാവും ഇവരെങ്ങനെയാണ്. ഇതൊക്കെ ഒരു കണ്ണ് പോകുന്നത്, ഇത് പോകുന്നത്, അവരുടെ കള്ളത്തരങ്ങളൊക്കെ ഇങ്ങനെ. ഇത്ര കള്ളരും നമ്മുടെ ഉള്ളിലിരിക്കുന്നത് ഈ കണ്ണിൽ കാണാമെന്ന്. മനസ്സിലായില്ലേ? ഉള്ളിലത്തെ കള്ളത്തരങ്ങളൊക്കെ ഇനി എത്ര ഹൈഡ് ചെയ്താലും അത് നമ്മുടെ കണ്ണിൽ വരും. നമ്മളുടെ ട്രൂ നേച്ചർ കണ്ണിലുണ്ടാവും. മനസ്സിലായില്ലേ? അപ്പം ഭയങ്കര കൗശലക്കാരുടെ കണ്ണും ഇങ്ങനെ ഭയങ്കര നീളത്തിലായിരിക്കും. ബിജു പി എന്ന് പറയുന്നവൻ, ഈ രാജമ്മ,
ഇവളുടെയൊക്കെ കണ്ണിങ്ങനെ ചെറുതായിട്ട് നീണ്ടിരിക്കും. കൗശലക്കാരാ. അല്ല, അവരുടെ നോട്ടം എന്നൊക്കെ പറയുന്നത് ഒരുമാതിരി എന്താ പറയുന്നത്, ഇങ്ങനെ വേറുള്ളവരുടെ നോട്ടമൊന്നുമല്ല. നമുക്കതൊക്കെ അതുപോലെ ചില ഉള്ളിൽ വെച്ചുള്ള ചില നോട്ടങ്ങളൊക്കെ ഇവർ നോക്കും ചിലപ്പം. ഇവർക്ക് പോലും അറിയത്തില്ല ഇവർ നോക്കുന്നവരുടെ മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്ന് പറയത്തില്ല, അതുപോലെയാണ്. ഇവർക്ക് പോലും അറിയത്തില്ല ഇവരുടെ മുഖത്തത് തെളിയുന്നുണ്ടെന്നുള്ളത്. നമുക്ക് മനസ്സിലാവും. അല്ല, പ്രീത എസ് പണിക്കറിൻ്റെ കള്ളത്തരങ്ങൾ ഇങ്ങനെ പല പല ഇങ്ങനെ ഇവളുടെ അങ്ങ് ചോദ്യങ്ങളൊക്കെ ഉണ്ട്. എന്തോ നീ ഇപ്പം കോടീശ്വരിയാണോടി എന്നൊക്കെയുള്ള ആ ഒരു തികട്ടി വരുന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതാണ് ഒരു മനുഷ്യൻ്റെ ആ ഒരു എന്താ അകത്തിരിക്കുന്ന ആ ഒരു ഇൻറ്റൻഷൻസ് ഇങ്ങനെ പുറത്തിയാടുക. നമ്മൾ നശിച്ചു കാണണം എന്നുള്ള ആ ഒരു ഇൻറ്റൻഷൻ അവളുടെ അങ്ങ് ചാടുവാണ്. നമ്മളെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം എന്നുള്ള ഒരു ഇൻറ്റൻഷനാണ് അവൾക്കുള്ളത്, ഈ പ്രീത എസ് പണിക്കർ എന്നുള്ള ബാസ്റ്റേഡിന്. അവൾ തന്നെ നശിക്കും. ഇപ്പോൾ ഉള്ള അവളെ ദൈവം ഇങ്ങനെ ഇവളെത്ര പിടിച്ചു പറിച്ചാലും ശരി, ദൈവം അവളെ നശിപ്പിക്കും. കാരണം ഞാൻ പറഞ്ഞുതരാം. ഇവളവനെയൊക്കെ പാവം ചെല്ലമുരളിയെ കൊന്നേച്ച് ഒരു വീടുണ്ടാക്കി. ആ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തമാശയാണ്. നിങ്ങളിതൊന്ന് നോക്കിയാൽ മതി. എന്നുവെച്ചാൽ മെയിൻ ഡോർ പുറകിൽ സൈഡ് കാണാൻ പറ്റാത്ത പോലെയാണ്. അതേ അപശകുനമാണ്, മനസ്സിലായില്ലേ? പിന്നെ എന്തുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളുടെ നമ്മളുടെ എല്ലാം ഇത് കഴിയുന്നുണ്ടെങ്കിൽ വാർക്കുമല്ലോ, നമ്മളുടെ ബെൽറ്റ് വാർക്കും. ഈ കട്ടള വെച്ച് കഴിഞ്ഞിട്ട് ബെൽറ്റ് ഇങ്ങനെ ഫുള്ള് വാർക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡോറയിലോട്ട് ഫുള്ള് ഇതിൻ്റെ വെയിറ്റ് വന്ന് താങ്ങിയിട്ട് ഡോറൊക്കെ വള്ളും. മനസ്സിലായില്ലേ? ഡോറ് കട്ടളയൊക്കെ അധികം നാളുള്ള ലോഞ്ചിവിറ്റി കാണില്ല. മനസ്സിലായില്ലേ? അതിന് ലോഞ്ചിവിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഇത് വാർക്കുന്നത്. ബെൽറ്റ് ഈ കട്ടളയൊക്കെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫുള്ളിങ്ങനെ ബെൽറ്റ് വാർക്കുമ്പം നമ്മുടെ കട്ടളയിലോട്ടും ജനലയിലോട്ടുമുള്ള ഫോഴ്സ് പോകാതെ നമ്മുടെ ഭിത്തിക്ക് തന്നെ ഫോഴ്സ് വരും. മനസ്സിലായില്ലേ? അതിനാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഇവളുടെ അതൊന്നും വാർത്തിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇവളുണ്ടാക്കിയതൊക്കെ വെറും ശൂന്യമായിട്ട് വാർത്തേ ഉള്ളൂ. അധികം നാളൊന്നും ഇതാക്കത്തില്ല. അങ്ങനെയാണ്. ഈ പിടിച്ചു പറിക്കുന്ന ഒന്നും നിലനിൽപ്പിക്കത്തില്ല ദൈവം. മറ്റുള്ളവരത് ഒരു 5 പൈസയാണെങ്കിലും അത് നിലനിൽക്കത്തില്ല. അതും പ്രത്യേകിച്ച് കൊന്നേച്ചൊക്കെ ഉണ്ടാക്കുന്നത് നിലനിൽക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതാണ് ഞാൻ പറയുന്നത്. ചെയ്യരുത്. നമുക്കൊരു ദൈവം ഇത് തന്നിട്ടുണ്ട്, അത് നമ്മുടെ കയ്യിൽ വന്നിരിക്കും. ഇനി എത്ര ആരൊക്കെ തടസ്സപ്പെടുത്തിയാലും നമുക്കൊരു ലക്കുണ്ട്, നമുക്കൊരു കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പ്രത്യേകിച്ച് പിന്നെ നമ്മുടെ കർമാസ് നല്ലതാണെങ്കിൽ, നമ്മളുടെ ചെയ്യുന്ന പ്രവൃത്തി നല്ലതാണെങ്കിൽ നമുക്ക് ആ സംഗതികൾ തീർച്ചയായിട്ടും വന്നിരിക്കും. മനസ്സിലായില്ലേ? എന്നെങ്കിലും ഒരിക്കൽ. വളരെ എന്താ പറയണ്ടത്, അത്ര വലിയ റഷ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. റഷ് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. പണ്ട് നമ്മുടെ ശ്രീരാമൻ പറഞ്ഞതുപോലെ, ശ്രീരാമൻ കല്യാണമൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചോദിച്ചു, ഇങ്ങനെ ഇരുന്നാൽ മതിയോ എന്ന് ആലോചിച്ചു. നാരദ മഹർഷി ഏതാണ്ട് ചോദിച്ചു. അപ്പം നമ്മുടെ ശ്രീരാമൻ ഭഗവാൻ പറഞ്ഞു, സമയമായില്ല, സമയമാകുമ്പോൾ എല്ലാം നടക്കും. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയാണ്. അപ്പം ഈവൻ ശ്രീരാമൻ പോലും ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട ആളാണ്. അപ്പോൾ ഭഗവാന്മാരെല്ലാം അതാണ്, കഷ്ടപ്പെടുന്നവർക്കേ ഉള്ളൂ ഒരു കഷ്ടം. അല്ലാതെ ഇങ്ങനെ മറ്റുള്ളവരെ പറ്റിച്ചുമൊക്കെ ഇങ്ങനെ എന്നും പറ്റിച്ച് ഇങ്ങനെ നടക്കത്തേ ഉള്ളൂ. അവരെന്നും ഇങ്ങനെ മനസ്സിലിങ്ങനെ ടെൻഷനും കാണും. അവർക്ക് ഞാൻ പറ്റിച്ചതൊക്കെ പുറത്തു വരൂ എന്നെങ്കിലും എന്നുള്ളൊരു ഇന്നർ ഹിഡൻ ഫീലിംഗ് എപ്പോഴും അവർക്കുണ്ടാവും. മനസ്സിലായില്ലേ? അതേസമയം പ്യുവറായിട്ടുള്ള മനുഷ്യർക്ക് അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല, ഒരു പേടിയുടെ ആവശ്യമില്ല. നമ്മളൊന്നും ചെയ്തിട്ടില്ല, നമ്മളെന്ത് ചെയ്യാനാന്നുള്ള ധൈര്യം, അത് മതി. അതാണ് വേണ്ടത്. മനസ്സിലായില്ലേ? അല്ലാതെ ഇതൊക്കെ എത്ര നാളാണ് ഈ കള്ളത്തരങ്ങളൊക്കെ ചെയ്ത് എത്ര നാൾ ജീവിക്കാൻ പറ്റുമെന്നുള്ളൊരു ഇന്നറായിട്ടുള്ള ഹിഡനായിട്ടുള്ള ഒരു ഫീലിംഗ് എപ്പോഴും ഉണ്ടാവും. അതിനേക്കാട്ടിലൊക്കെ എപ്പോഴും നല്ലത് എപ്പോഴും നമ്മളുടെ പ്രവൃത്തി നല്ലതായിരിക്കുന്നതാണ്. ഇല്ലെങ്കിൽ ഇല്ലാത്ത പോലെ, ഉള്ളത് ഉള്ള പോലെ. പിന്നെ ഈ ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ട് നമുക്ക് എല്ലാം തരാൻ വേണ്ടിയിട്ട്. അദ്ദേഹം എന്താ പറയുന്നത്, ഏതെങ്കിലും വഴിയിൽ നമ്മൾക്ക് ലക്കുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കും. അത് നമ്മളുടെ ഈ ജന്മത്തിലെ പ്രവർത്തികൾ കൊണ്ടാണ്. അടുത്ത ജന്മത്തിൽ ഇതൊക്കെ ഉള്ളതാണ്. ഞാൻ മാത്രമല്ല പറയുന്നത്, എല്ലാവരും പറയുന്നുണ്ട്. ഈ ജന്മത്തിലെ സുകൃതങ്ങൾ ചെയ്യുന്നവർക്കാണ് നെക്സ്റ്റ് ജന്മവും നല്ല ജീവിതം ഉണ്ടാകുന്നത്. എന്തൊക്കെയായാലും മനസ്സിലായില്ലേ? പിന്നെ ഏറ്റവും നല്ലത് കൊച്ചിലേക്ക് നമ്മൾ നല്ല ആരോഗ്യത്തോടെ ഇരിക്കുമ്പം കുറച്ച് ഇത് വന്നാലും അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ നന്നായിട്ടിരിക്കണം. അതാണ് ഏറ്റവും ബെസ്റ്റ് അല്ലേ? ഇതിലൊന്നും ഒരു കാര്യമില്ല.
ഈശ്വരനാണെല്ലാം. നാറ്റം അടിക്കുന്നു ഇവിടെ ഇങ്ങനെ. നമ്മളിങ്ങനെ നിൽക്കുന്നുണ്ട്, ഇങ്ങനെ പോയിസണസ് ഗ്യാസ് ഇങ്ങനെ അടിക്കുക, നമ്മുടെ പുരികത്തോട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ അടിക്കുകയാണ്. ഏതോ തെമ്മാടിയില്ല, ഇപ്പം എന്തോ മോഹൻ സിംഗിൻ്റെ ഒരു മോള് കയറി ഇതിനകത്ത് ഇരിപ്പുണ്ട്. അവളായിരിക്കും ഫോണും വെച്ചുകൊണ്ട് അവളിങ്ങനെ ഇരിക്കുക. പാതിരാത്രി വരെ അവൾ ഇതിനകത്ത് ഇരിപ്പുണ്ടായിരുന്നു ഇന്നലെ. ഇവളൊക്കെ നശിച്ച് നാറാണക്കല്ല് വെച്ച് പോകത്തല്ലേ ഉള്ളൂ. അല്ലാതെ ഇവളെന്തോ എടുക്കാൻ, ഇവളാരാവാൻ കേട്ട കേടുന്നത്.